ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും ശാലോം മന്നയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൃത്യം 8 മണിക്ക് വന്നു. ഇന്നും വീണ്ടും 8 മണിക്ക് തന്നെ ശാലോം മന്നയ്ക്കായിട്ട് കടന്നു വന്നു. നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും ഇന്ന് ദൈവം നമുക്ക് വേണ്ടിയിട്ട് വലിയൊരു അത്ഭുതത്തെ ചെയ്യും എന്നുള്ളതിന് ഒരു സംശയമില്ല. വളരെ ഉത്സാഹത്തോടെ ആയിരിപ്പൻ ഇന്ന് ഏത് വിഷയത്തെക്കുറിച്ച് കേട്ടാൽ കൊള്ളാം എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നതായിരിക്കാം. ദൈവം നമുക്ക് ഏത് സബ്ജക്റ്റ് തന്നാൽ അതെല്ലാം നല്ലതായിരിക്കും അല്ലേ? എങ്കിലും ഇന്ന് എന്തായിരിക്കുന്നത് വിഷയം? ഇന്ന് പ്രാർത്ഥന എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ശാലോം മന്ന ദൈവം നമുക്കായിട്ട് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക്കലായിട്ട് നോക്കുമ്പോൾ അവിടെ പ്രാർത്ഥന ദൈവികമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്, അതായത് കർത്താവ് ചെയ്യാതെ മനുഷ്യരോട് മാത്രം ചെയ്യാനല്ല. പ്രാർത്ഥനയ്ക്ക് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്, മറ്റുള്ളവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയല്ല അല്ലേ? ഡ്രൈവിംഗ് ആണെങ്കിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഒരു പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ വർക്കാണെങ്കിലും വേറെ ആളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല, അതിലുപരി നാം അത് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരാളെ കൊണ്ട്. കർത്താവ് അതാണ് അവിടെ നമുക്ക് മാതൃകയായിട്ട്. അതെ, ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ശിഷ്യന്മാര് അവിടെ കടന്നു വന്നിട്ട് അല്ലേ, ശിഷ്യന്മാര് കടന്നു വന്നിട്ട് ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ. കർത്താവ് പഠിപ്പിക്കൽ മാത്രമല്ല, അതിലുപരിയായി കർത്താവ് അത് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം എനിക്ക് എബിയെ പ്രാർത്ഥന പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലേ? എബിക്ക് വേറൊരാളെ പ്രാർത്ഥന പഠിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. സഹോദരങ്ങളെ, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ പ്രാർത്ഥന പഠിപ്പിക്കണം. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമുക്കതുകൊണ്ട് പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഭക്തന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥന അവരുടെ ജീവിതങ്ങളെല്ലാം മാറ്റിമറിച്ചുവെങ്കിൽ നിങ്ങളിലും ഒരു വലിയ വ്യത്യാസം പ്രാർത്ഥനയിലൂടെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാലും, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ അല്ലേ? കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുക. നമുക്ക് തന്നെ ആദ്യം പറയാം, അപ്പോഴത്തേക്ക് അവർ പറയും, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് സന്ദേശത്തിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശാലോം ചർച്ചിൽ നടന്ന അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരാജയപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥന പഠിച്ചവരായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അറിവുള്ളവരായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടോ അതനുസരിച്ച് നിങ്ങൾ എല്ലാ ഇടങ്ങളിലും വിജയിക്കുവാനായി തുടങ്ങപ്പെടാം. ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. മതി, ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? എപ്പോഴാ ചോദിച്ചത്? ശിഷ്യന്മാർ മറ്റൊന്നും പഠിക്കാൻ ആഗ്രഹിച്ചില്ല. ഒരുപാട് ലോകത്തിൽ പഠിക്കാനുണ്ട്. ഏത് കാര്യങ്ങളാണെങ്കിലും പഠിച്ചാലും തീരാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള കാലങ്ങളിൽ എത്ര തന്നെ ഏറ്റവും കൂടുതൽ എത്ര തന്നെ നോക്കിക്കഴിഞ്ഞാലും പഠിച്ചാലും തീരാത്ത ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ശിഷ്യന്മാർ പഠിക്കാൻ ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യം, വെള്ളത്തിൽ നടക്കാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിച്ചത്, പ്രസംഗം പഠിക്കാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിച്ചത്, രോഗിയെ സൗഖ്യമാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനല്ല, ഭൂതത്തെ പുറത്താക്കുന്നത് എങ്ങനെയെന്നല്ല, കാനയിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഞങ്ങൾക്കും പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ എങ്ങനെ കഴിയും എന്നല്ല ചോദിച്ച് മനസ്സിലാക്കിയത്. യേശുവിനോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഒരേ ഒരു കാര്യം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കാരണമുണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
പ്രാർത്ഥനയാണ്. മറ്റേത് കാര്യങ്ങളില്ലായെങ്കിലും, മറ്റേത് വിഷയത്തെക്കുറിച്ചൊരു നോളജ് ഇല്ലായെങ്കിലും, മറ്റേത് വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ലായെങ്കിലും, പ്രാർത്ഥനയെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അനുഭവമുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് അറിവില്ലാത്ത സകല സാഹചര്യങ്ങളിലും വിജയകരമായി ജൈത്രയാത്ര ചെയ്യുവാനായി കഴിയപ്പെടാം. ഇവിടെ കേൾക്കുന്ന ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾക്കും പരാജയപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥന പഠിച്ചവരായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അറിവുള്ളവരായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ടോ അതനുസരിച്ച് നിങ്ങൾ എല്ലാ ഇടങ്ങളിലും വിജയിക്കുവാനായി തുടങ്ങപ്പെടാം. അത് വിശ്വസിക്കുന്നവർക്ക് കാര്യങ്ങളെ ചേർത്തടിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ശക്തിയോടെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചാൽ തോറ്റ മേഖലകൾ ജയിക്കാൻ കഴിയാം. പ്രാർത്ഥനയെക്കുറിച്ച് അറിവുള്ളവന് സകലത്തെക്കുറിച്ചും ഒരു അറിവുണ്ട്. യേശു കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തിലാണ് ശിഷ്യന്മാർ ചോദിച്ചത്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചത്. കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്നപ്പോഴല്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചത്. കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടിരുന്നപ്പോഴല്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത്. യേശു കർത്താവ് പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്തിലേക്കല്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞത്. കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ച സന്ദർഭം നോക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ യേശു കർത്താവ് നാളത്തേക്ക് ആ പഠിപ്പിക്കൽ മാറ്റി വയ്ക്കാതെ അപ്പോൾ തന്നെ പറഞ്ഞതിൻ്റെ പിന്നാമ്പുറത്തൊരു പ്രത്യേകത കൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇവരെ പഠിപ്പിക്കണം. ഒന്ന്. രണ്ടാമതായിട്ട് നോക്കുന്ന സമയത്തിലേക്ക് പ്രാർത്ഥന പഠിപ്പിക്കുവാൻ കർത്താവിന് അനായാസകരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനായാസകരം. കാരണം എക്സ്പീരിയൻസ് ഉണ്ട് യേശുവിന്. രണ്ട് തലങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ തിയറിക്കലായി കുറേ പഠിക്കണം. രണ്ട്, പ്രാക്ടിക്കലായി. വളരെ അനായാസകരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിന് അതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ട്. വ്യക്തമായി വെറുതെ പറയുക മാത്രമല്ല തന്നെ യേശു ചെയ്തത്. അതിനെക്കുറിച്ച് പ്രാർത്ഥന പഠിക്കാൻ വന്നവനോട് ഒരറപ്പുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ യേശു കർത്താവ് അവനെ പഠിപ്പിച്ചു എങ്കിൽ എൻ്റെ കർത്താവ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥന പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആരാധനായിരിക്കപ്പെടുന്ന ക്രിസ്തു യേശു പ്രാർത്ഥന പഠിപ്പിക്കുന്നവൻ മാത്രമല്ലായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥനയുടെ ആഴങ്ങൾ എന്തെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയാം. പ്രാർത്ഥനയുടെ അനുഭവം എന്തെന്ന് യേശുവിന് വ്യക്തമായിട്ട് അറിയാം. പ്രാർത്ഥനയുടെ അനുഗ്രഹം എന്തെന്ന് യേശു കർത്താവിനറിയാം. പ്രാർത്ഥനയുടെ ഫലം എന്തെന്ന് യേശു കർത്താവിനറിയാം. തൻ്റെ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിൽ, തൻ്റെ വേദന നിറഞ്ഞ സാഹചര്യത്തിൽ, ഏകാന്തതയുടെ അനുഭവങ്ങളിലേക്ക് അവൻ പ്രാർത്ഥിച്ചു താൻ ബലം പ്രാപിച്ചുവെങ്കിൽ ദൈവമക്കളെ നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, നീ പ്രാർത്ഥന പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥന അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലൂടെ പോകണം. നിനക്ക് മുമ്പേ കടന്നു വന്ന സിംഹത്തെ, നിനക്ക് മുമ്പേ കടന്നു വരുന്ന കരടിയെ, നിനക്ക് മുമ്പേ കടന്നു വരുന്ന തിരമാലയെ ശാസിച്ചമർത്തി മുമ്പിലേക്ക് ഗമിക്കപ്പെടുവാൻ കഴിയുവാൻ പ്രാർത്ഥനയുടെ അനുഭവം നിനക്ക് ആവശ്യം. യേശു ശിഷ്യന്മാരെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അതിരാവിലെ അവൻ എഴുന്നേറ്റെന്ന് പ്രാർത്ഥിക്കും പോലെ തന്നെ രാത്രിയിലും വളരെ വൈകിട്ടാണെങ്കിലും യേശു പ്രാർത്ഥിക്കും. പകല് മുഴുവനും ശുശ്രൂഷയാണ് യേശു. ആ പ്രാർത്ഥിച്ച ബലം പ്രാപിച്ചിട്ടായിരുന്നു യേശു കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയത്. അതുകൊണ്ടാണ് ആ വാക്കുകൾ അത്രത്തോളം ലാവണ്യമുണ്ടായിരുന്നത്. ആ വാക്കുകൾ ശത്രുവായിരിക്കുന്ന ശക്തികൾക്ക് താങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ മുട്ടുമടക്കിയത് അനുസരിച്ചു പോയത്. അതുകൊണ്ടാണ് ആ വാക്കുകൾ അനേക വ്യക്തികൾക്കും ദേശത്തിനും സമൂഹത്തിനും വലിയ മാറ്റം കൊടുത്തത്. യേശു കർത്താവ് രാത്രിയിൽ ശക്തിയോടെ പ്രാർത്ഥിച്ച് സകല പ്രതിസന്ധികളെ ജയിച്ചു. അവൻ ഗദശമന തോട്ടത്തിൽ നാളെ തനിക്ക് വരാൻ പോകുന്ന അന്നേ രാത്രി തനിക്ക് കടന്നു വരാൻ പോകുന്ന വേദനയെ, ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെ ജയിക്കുവാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് മറ്റൊരു മാർഗവും തിരഞ്ഞെടുത്തില്ല.
എന്താ? റോമൻ സാമ്രാജ്യം തനിക്ക് വിപരീതമായി വട്ടമേശ കൂടുന്നു. റോമൻ സാമ്രാജ്യം തനിക്ക് വിപരീതമായിട്ട് കമ്മിറ്റി കൂടുന്നു. പോലീസുകാര് ബുദ്ധി ഉപദേശം തുടങ്ങിയിരിക്കുന്നു. ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുക, ഞാൻ ഉപദ്രവിക്കപ്പെടുക, എനിക്കിതാ മുൻപിൽ പ്രശ്നങ്ങൾ വരികയാണ്. ആകയാൽ എന്നെ കൊണ്ടത് താങ്ങുവാൻ കഴിയപ്പെടുമോ? എനിക്ക് പിന്മാറണമോ? എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞു മാറണമോ? ഇതൊന്നുമല്ല യേശു ചെയ്തത്. യേശു കർത്താവ് ഗതശമനയിൽ മുഴങ്കാൽ മടക്കി വിയർപ്പ് മുഴുവനും രക്തം വരത്തക്ക വിധത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ബലം പ്രാപിച്ചു. ഹല്ലേലൂയ. സഹായത്തിന് വേണ്ടിയിട്ട് മറ്റൊരു മേഖലകളെ കർത്താവ് ആശ്രയിച്ചില്ല. സഹായത്തിന് വേണ്ടിയിട്ട് മറ്റൊന്നിനെ യേശു കർത്താവ് ആശ്രയിച്ചില്ല. യേശു ആശ്രയിച്ചത് പ്രാർത്ഥന. നിനക്ക് മുമ്പിൽ വന്ന പ്രശ്നങ്ങളെ ജയിക്കാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ ആയുധം നിനക്കും തിരഞ്ഞെടുത്തുകൂടായോ? നിനക്ക് മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നത്തെ ജയിക്കുവാൻ പ്രാർത്ഥനയാകുന്ന ആയുധത്തെ ഒന്ന് കൈവശമാക്കി കൂടായോ? ഒത്തിരി നീ അഭിമുഖീകരിക്കേണ്ടുന്ന ഒത്തിരി വിഷയങ്ങളെ ജയിക്കുവാൻ പ്രാർത്ഥനയെ നിനക്കൊന്ന് ആയുധമായി മനസ്സിലാക്കി കൂടായോ? ഇന്ന് അങ്ങനെ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ യേശു കർത്താവ് നല്ലൊരു പ്രാർത്ഥന വീരനായിരുന്നു, താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്തോത്രം. ആമേൻ. ഞാൻ എല്ലാവരെയും പ്രാർത്ഥന പഠിപ്പിക്കാം, പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളതല്ലായിരുന്നു പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം പ്രത്യേകത. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുന്ന സമയത്ത് അവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രാർത്ഥിപ്പിനെന്നല്ല, പിന്നെ എങ്ങനെയാ? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രാർത്ഥന അങ്ങനെ ആകട്ടെ. നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദിവസങ്ങളാകണ്ട, നിന്നെ മിനിക്കുന്ന ദിവസങ്ങളാകണ്ട. ഹല്ലേലൂയ. ഒരുപക്ഷെ ഉറ്റിരിക്കുന്ന സമയത്ത് നമ്മുടെ കവിളൊക്കെ ഒട്ടാൻ തുടങ്ങും, കഴുത്തെല്ലാം നെടുകാൻ തുടങ്ങും. ഒരുപക്ഷെ വിരൂപം പോലെ നമുക്ക് തോന്നിയെന്നിരിക്കാം, പക്ഷെ എങ്കിലുമുണ്ട് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. നാം പോലും അറിയാതെ ഉത്തരം നമുക്ക് വരാനുള്ള സമയങ്ങളും ദിവസങ്ങളും ആയിരിക്കപ്പെടുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട്, സ്വന്തക്കാരിൽ നിന്ന് വേർപെട്ട്, ജോലി കാര്യാദികളിൽ നിന്ന് വേർപെട്ട്, മറ്റിതര വിഷയങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിൽ ആരാധിച്ച് ജാഗരിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യപ്പെടുന്നു. നിന്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി വരുത്തുവാനുള്ള ദിവസങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ്. നീ അറിയാതെ മരിച്ച ചില വിഷയങ്ങൾ ജീവിക്കാൻ പോകുകയാണ്. നീ പോലും അറിയാതെ ചില അത്ഭുതങ്ങൾ നാം സംഭവിക്കാൻ പോകുകയാ. നീ പോലും അറിയാതെ നിനക്ക് മറുപടി വരുവാനുള്ള സമയമായി. ഹല്ലേലൂയ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉറ്റിരുന്നപ്പോ എവിടെയൊക്കെയോ രക്തയോട്ടം ആരംഭിച്ചു. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. ചില വിഷയങ്ങൾക്ക് വേണ്ടി, ചിലതിൻ്റെ മേലൊരു മറുപടി വരുവാൻ വേണ്ടിയിട്ട്, ചിലതിൻ്റെ മേലൊരു ഉത്തരം വരുവാൻ. 2017 എവിടെയൊക്കെ തോറ്റോ അതെല്ലാം നിന്റെ വിജയത്തിന് കാരണമാകട്ടെ. അത് ഈ ഒരു ഉപവാസത്തിന് കാരണമാകട്ടെ, അത് ഈ അനുഗ്രഹത്തിന് കാരണമാകട്ടെ, അത് ഈ ഒരു അത്ഭുതത്തിന് കാരണമാകട്ടെ, അതൊരു വിടുതലിന് കാരണമാകട്ടെ. ഹല്ലേലൂയ. ചില പരാജയങ്ങൾ ചില വിജയത്തിന് കാരണമാകട്ടെ. അത്ഭുതങ്ങൾക്കത് കാരണമാകും. നീ ഉറ്റിരിക്കണം. പ്രൈസ് ഗോഡ്. ചിലർക്ക് കഷ്ടങ്ങൾ വരുന്നത് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുവാൻ, ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ യേശുവിൻ്റെ മക്കളായി തീരാൻ വേണ്ടിയിട്ട്. ടെലിവിഷനിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ യേശുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട്, യേശുവിനോട് നിങ്ങൾ അടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, നിങ്ങൾ അനുഭവിക്കുന്ന രോഗം, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ അനുഭവിക്കുന്ന കടബാധ്യത, നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, പ്രാർത്ഥന പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രാർത്ഥന അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനയുടെ രുചി നീ അറിയാൻ വേണ്ടിയിട്ടാണ്. നീ പ്രശ്നങ്ങളെ കൊണ്ട് ദാഹിക്കുന്ന വ്യക്തിയാണോ? നീ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ദാഹിക്കുന്ന വ്യക്തിയാണോ? നീ ഒരു ആശ്വാസം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങിക്കോ. പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നീ ഒന്ന് പ്രവേശിക്ക്. നിന്റെ പ്രശ്നത്തെ യേശു കർത്താവ് വഹിക്കുവാൻ അവൻ തയ്യാറായിട്ട് ഇന്നും നമ്മുടെ മധ്യത്തിൽ അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഉറ്റിരിക്കുമ്പോൾ അതിൻ്റെ മേലൊരു മറുപടി വരും. നമ്മൾ ഉറ്റിരിക്കുമ്പോൾ അതിൻ്റെ മേൽ നമുക്കൊരു ഉത്തരം പരിശുദ്ധാത്മാവ് നൽകും. അതുകൊണ്ടാണ് ദൈവവചനത്തിനകത്ത് പറഞ്ഞത് പ്രാർത്ഥനയിൽ
ഉറ്റിരിപ്പിൻ എന്നുള്ളതിനെ കുറിച്ച് സങ്കീർത്തനം 65 അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും സകല ജനവും നിന്റെ അടുക്കലേക്ക് വരുന്നു. നിന്റെ അടുക്കലേക്ക് വരുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. മതി. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവനെ. കർത്താവിനൊരു മറ്റൊരു പേര് ഈ സങ്കീർത്തനക്കാരൻ കൊടുത്തത് ഈ പ്രാർത്ഥന കേൾക്കുന്നവനാ. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ വില്ലിങ് ആകണം. ഹല്ലേലൂയ. തിമ്മായിയുടെ മകനായ ബർത്തിമായി വഴിയരികിൽ നിലവിളിക്കുകയാണ്. എന്താ വിളിക്കുവാൻ അവനിലുണ്ടായ ഒരു മനോഭാവം? വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും അവനോട് പറഞ്ഞു, നീ വിളിക്കണ്ട, നീ ബഹളം ഉണ്ടാക്കരുത്. അവനെ അമർച്ച ചെയ്യാൻ തുടങ്ങി, അവനെ ഒന്ന് തടസ്സപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ അവൻ എന്തിനാ വിളിച്ചത്? അവനറിയാം, എൻ്റെ വിളി കേൾക്കാൻ ഒരാളുണ്ട്. ആ വാക്ക് ശ്രദ്ധിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരാളുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഒരാളുണ്ട്. നിന്റെ ബുദ്ധിമുട്ട് അറിയാൻ ഒരു പക്ഷേ സ്വന്തക്കാരില്ലായിരിക്കാം, ബന്ധുക്കളിലായിരിക്കാം, ഭാര്യയില്ലായിരിക്കാം, ഭർത്താവില്ലായിരിക്കാം, വേണ്ടപ്പെട്ടവരിലായിരിക്കാം. പക്ഷെ നിന്റെ ആവശ്യം അറിയാൻ ഒരു ദൈവമുണ്ട്. നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിന്റെ മനസ്സിനെ തന്നെ ആദ്യം സെറ്റ് ചെയ്യുക. എങ്കിലേ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. സ്വന്തം മനസ്സിനെ നീ സെറ്റ് ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കാനൊരു ദൈവമുണ്ട്, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കാനൊരു ദൈവമുണ്ട്. സ്വത്രം. അപ്പോൾ ഒരാൾക്ക് വിളിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകണമെങ്കിൽ വിളി കേൾക്കാൻ ഒരാള് ഉണ്ട് എന്ന അറിവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിളിക്കാനുള്ള മനോഭാവം, വിളി കേൾക്കാനൊരു ആളുണ്ടായിരിക്കണം. ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ വ്യക്തി വിളിക്കും. പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ആമേൻ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടെന്നിരിക്കട്ടെ, പെട്ടെന്ന് നിങ്ങൾക്കൊരു ആപത്ത് വരും, നിങ്ങൾ ചേട്ടാന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം എൻ്റെ ഭർത്താവ് അതിനകത്തുണ്ട്. ആ ഭർത്താവ് ഞാൻ വിളിച്ചാൽ ഓടി വരും, എന്നെ സഹായിക്കാൻ, എന്നെ രക്ഷിക്കാൻ ഓടി വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ വിളിക്കും. പക്ഷേ ആമേൻ, നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ വിളിക്കത്തില്ല. വിളി കേൾക്കാൻ സാധ്യതയുള്ളത് ആരാണോ അവരെ വിളിക്കും. ഇന്നു മുതൽ ദൈവമക്കൾ സ്വന്തം മനസ്സിനെ പഠിപ്പിക്കണം. എൻ്റെ വിളി കേൾക്കാൻ ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ വിളിക്കും. തിമായിയുടെ മകനായ ബർത്തിമായിക്ക് അറിയാം, യേശു വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്. ഇവരൊക്കെ വിളിച്ചാൽ വിളി കേട്ടില്ല എങ്കിൽ എൻ്റെ വിളിയെ ഇവർ തടസ്സപ്പെടുത്തിയാൽ എൻ്റെ യേശു വിളിച്ചാൽ നിൽക്കുമെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ട് അവൻ നിൽക്കുന്നത് വരെയും വിളിച്ചോണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ശത്രുവായിരിക്കുന്ന സാത്താനിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി പലയാവർത്തി പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഇട്ടിട്ട് ആ വിളിക്കുവാനുള്ള നിന്റെ ആഗ്രഹത്തെ, വിളിക്കുവാനുള്ള മനസ്സിനെ അവൻ ക്ഷീണിപ്പിച്ചുവെങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിട്ട്, ചിലപ്പോൾ ചില രോഗങ്ങളിട്ട്, ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിട്ട് ആ വിളിക്കുവാനുള്ള മനസ്സിനെ ഇപ്പോൾ അവൻ മരവിപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, വിളിച്ചാൽ എൻ്റെ യേശു കേൾക്കും, വിളിച്ചാൽ എൻ്റെ യേശു കേൾക്കും. സ്വന്തം മനസ്സിനെ സെറ്റ് ചെയ്യണം. നാം അത് സെറ്റ് ചെയ്താൽ അതനുസരിച്ച് അത് ആക്റ്റീവായിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സിനെ നാം ആ വിധത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വിധത്തിൽ ക്രമീകൃതമായി പോയിക്കൊണ്ടിരിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് മുതൽ ദൈവാലയത്തിൽ വന്ന് വിളിക്കാൻ മറക്കരുത്. ആമേ, ശബ്ദത്തിൽ വിളിക്കാൻ മറക്കരുത്, ഉച്ചത്തിൽ വിളിക്കാൻ മറക്കരുത്. കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നശിപ്പിക്കാനല്ല, പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി. നിന്നെ ഒറ്റപ്പെടുത്തിയത് പ്രാർത്ഥന പഠിക്കാൻ വേണ്ടി. നിന്നെ രോഗിയാക്കിയത് പ്രാർത്ഥന പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരാന നല്ലൊരാനയായി തീരണമെങ്കിൽ, നാട്ടാനയായി തീരണമെങ്കിൽ സ്വാഭാവികമായി ചെയ്യുന്നത് ആ വനത്തിൽ കിടക്കുന്ന ആനയെ അതിൻ്റെ ആൾക്കാരതിനെ പിടിക്കും. എങ്ങനെയാണ് പിടിക്കുന്നത്? ചങ്ങലക്കിട്ടല്ല ആനയെ പിടിക്കുന്നത്. ആനയെ പിടിക്കുന്നത് കാട്ടാന സഞ്ചരിക്കുന്ന സ്ഥലം അവർ നോക്കി വെച്ചിട്ട് വലിയൊരു കുഴിയെടുക്കും. വലിയൊരു കുഴിയെടുത്തതിന് ശേഷം ആ കുഴിക്ക് മേളിൽ അതെ സാധാരണ പച്ചിലയോ കാര്യങ്ങളോ ചെറിയ കമ്പും കടിയിലൊക്കെ ഇട്ട് മൂടും. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ മണ്ണിട്ടേക്കും. മണ്ണിട്ടിട്ട് സാധാരണ സ്ഥലം പോലെ ഇരിക്കും. ആന അതെ അനുസരണയില്ലാത്ത ആന, അതെ മനുഷ്യനെ കണ്ടാൽ കുത്തി കീറാൻ ആഗ്രഹിക്കുന്ന ആന, നാട്ടാനയുടെ ഒരു ഗുണവുമില്ലാത്ത ആന അലസ്യമായി വന്ന് ആ കുഴിക്കകത്തങ്ങ് വീഴും. ഈ പാപ്പാന്മാർ വരും, ആ ചില്ലയും ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റും. അപ്പോഴാണ് ഈ ആന പണമൊക്കെ താഴ്ത്തുന്നത്. ഇല്ല, ഇത് മേളിലാണ് നിൽക്കുന്നു എങ്കിൽ ഈ ആന അല്പം പോലും
വണങ്ങത്തില്ല, താണിരിക്കത്തില്ല. യാന ഇപ്പോൾ പണമെല്ലാം താഴ്ത്തി ആമേൻ അനുസരണയ്ക്കുവാനുള്ള മനസ്സോടെ ആകുന്നവരെയും ഇവർ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ആനയെ മെല്ലെ മെല്ലെ സ്നേഹം കൊടുക്കും. ആ സ്നേഹം അതിന് പുറത്തുകൂടെ നടക്കുന്ന സമയത്ത് വേണ്ട, സ്നേഹിക്കാൻ വരുന്നവനെ കൃത്തിക്കീറും. പക്ഷെ കുഴിക്കകത്ത് കിടക്കുമ്പോൾ, അല്പം ആഹാരം കൊടുക്കുമ്പോൾ, ഒരല്പം തട്ടും തടവുമൊക്കെ കൊടുക്കുമ്പോൾ ആ സ്നേഹത്തെ അത് അംഗീകരിക്കും. കാരണം എനിക്കിതിന് കയറാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ ഞാൻ വലിയൊരു കുഴിക്കകത്ത് വീണ് കിടക്കുക. ഇപ്പോൾ എന്നോട് അല്പമെങ്കിലും കരുണ കാണിക്കുന്നത് ഈ പാപ്പാനാണ്. ആ പാപ്പാനോട് മെല്ലെ മെല്ലെ ആന അടുക്കാൻ തുടങ്ങും. മെല്ലെ മെല്ലെ അടുക്കും. ആന അടുക്കുന്നതനുസരിച്ച് പാപ്പാനും അങ്ങോട്ട് അടുക്കും. അതിന് ആഹാരം കൊടുക്കും. അതിന് ഓരോ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും. സ്വതം ആന നന്നായി 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 പാപ്പാനോട് അടുത്തെന്നറിയുമ്പോൾ അടുത്ത് വീണ്ടും ഈ ആനയ്ക്ക് പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഒരു വഴി തെളിക്കും. വഴി തെളിച്ച് മെരുങ്ങിയെന്ന് കണ്ണുണ്ട് അതിന് ചങ്ങലക്കിട്ട് സ്തോത്രം മെല്ലെ മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരും. എപ്പോൾ? മെരുങ്ങിയെന്ന് കണ്ടപ്പോൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ അത് നാട്ടാനയായി. ഇപ്പോൾ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്, ക്ഷമിക്കാനുള്ളൊരു മനസ്സ് ആനയ്ക്കുണ്ട്, അനുസരിക്കാനുള്ളൊരു മനസ്സ് ആനയ്ക്കുണ്ട്, സ്നേഹബന്ധങ്ങളെ തിരിച്ചറിയാനുള്ളൊരു മനസ്സ് ആനയ്ക്കുണ്ട്. സുഹൃത്തുക്കളെ, ഒരുപക്ഷെ വളരെ വിശാലമായ യാത്രയുടെ മധ്യത്തിൽ നിങ്ങൾ ഇതുപോലെ ഏതോ ഒരു കുഴിക്കകത്ത് വീണോ. കടബാധ്യതയാകുന്ന ഒരു കുഴി, ശത്രുത്വമാകുന്ന ഒരു കുഴി, ചതിയാകുന്ന ഒരു കുഴി, സാമ്പത്തിക പരാധീനമാകുന്ന ഒരു കുഴി, അങ്ങനെ തുടങ്ങി നിങ്ങൾ പറയുന്ന വലിയ പ്രശ്നമാകുന്ന ആ കുഴിക്കകത്ത് നീ വീണ് കിടക്കുക. ഇപ്പോൾ നീ ചിന്തിക്കുന്നത് ജാതി എനിക്ക് പ്രശ്നമല്ല, മതം എനിക്ക് പ്രശ്നമല്ല, സഭ എനിക്ക് പ്രശ്നമേ അല്ല, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. നിനക്ക് മനസ്സിലായി നിന്റെ സമുദായം നിന്നെ രക്ഷപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ സ്വന്തക്കാർക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയപ്പെടുന്നില്ല. ആകയാൽ നിങ്ങളെ രക്ഷിക്കുവാൻ യേശു കർത്താവുണ്ട്. യേശുവിന് നിങ്ങൾക്കൊന്ന് മെരുങ്ങിക്കൊടുത്തുകൂടായോ? ഏതൊക്കെയോ പാരമ്പര്യത്തെ നീ പിടിച്ചു, ഏതൊക്കെയോ സമുദായത്തെ നീ പിടിച്ചു, ഏതൊക്കെയോ വർഗവർണ്ണത്തെ നീ പിടിച്ചു. അതെല്ലാം പിടിയെല്ലാം വിട്ടിട്ട് ക്രിസ്തുവിനെ നീ ഒന്ന് മുറുകെ പിടിച്ചു നോക്ക്. യേശുവിനെ നീ ഒന്ന് മുറുകെ പിടിച്ചു നോക്ക്. വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. കർത്താവ് നിന്നെ രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഇത് നിന്റെ കാലൊടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നിന്റെ കൈയൊടിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് നിന്നെ ആത്മഹത്യക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, ഇത് നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ നീ നോക്കിയപ്പോൾ ആ കുഴി മാത്രമേ കാണുന്നുള്ളൂ. മേളിൽ വരാൻ ഒരു മാർഗവുമില്ല. വലത്തും ഇടത്തും ചുറ്റും ഒക്കെ നന്നായിട്ട് നോക്കി, എല്ലായിടത്തും ആമേൻ ഒരു വഴിയുമില്ല. ഇതാ വഴി വെട്ടുവാൻ ചിലർ നിന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്. ഇതുവരെ നീ കാണാത്ത വഴി, ഇതുവരെ നിനക്ക് വേണ്ടിയിട്ട് വഴി തെളിച്ചു തരുവാൻ ആരുമില്ല എങ്കിൽ നീ മെരുങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ, നീ കർത്താവിന് അനുസരണയുള്ളൊരു പൈതലായി എന്ന് തീർന്നു കഴിഞ്ഞാൽ, നീ കീഴ്പ്പെടുവാൻ മനസ്സുള്ളൊരു പൈതലെന്ന് തീർന്നു കഴിഞ്ഞാൽ, നീ യേശുവിനോട് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളൊരു പൈതലെന്ന് കണ്ടു കഴിഞ്ഞാൽ, നീ വിചാരിക്കാത്ത വഴി നിനക്ക് മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. ഇതാ വഴി തെളിയപ്പെടുകയാണ്. ആ വഴിയിലൂടെ മറ്റുള്ളവർ അതിശയിക്കപ്പെടത്തക്ക വിധത്തിൽ നീ കയറി വരാൻ പോവുകയാണ്. അതത്രേ പ്രാർത്ഥനയുടെ ശക്തി, അതത്രേ പ്രാർത്ഥന പഠിച്ചാലുള്ള ഗുണ, അതത്രേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത. ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നീ പ്രാർത്ഥന പഠിക്കാൻ തുടങ്ങുമ്പോൾ, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഇതാ വഴി വെട്ടുന്നവർ നിന്റെ അടുക്കലേക്ക് വരികയാണ്. പുതിയ വഴിയുമായി വഴി തെളിക്കുന്ന കർത്താവ്, അവൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. നിനക്ക് വേണ്ടിയിട്ട് അവൻ വഴിയായി വരുന്നു, നിനക്ക് വേണ്ടിയിട്ട് അവൻ വാതിലായി വരുന്നു, നിനക്ക് വേണ്ടിയിട്ട് അവൻ കോട്ടയായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീണ് കിടക്കുന്നിടത്ത് നിന്ന് കരകയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിപ്പിൻ. ആരോടെങ്കിലുമല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരേ ഒരു നാമം നസ്രത്തുകാരനായ യേശു എന്നുള്ള ഒരേ ഒരു നാമം. ആ നാമത്തോട് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഈ കർത്താവ്. ഈ നല്ല ദിവസം പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. വീണ മേഖലയിൽ നിന്ന് ഇന്ന് കരകയറാൻ തുടങ്ങുന്ന ദിവസമാകട്ടെ. ഇന്നത്തെ മെസ്സേജ് തികച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മളിന്ന് ധ്യാനിച്ചത് പ്രാർത്ഥന. കർത്താവ് തന്നെ പ്രാർത്ഥന സ്വന്തമായിട്ട് ചെയ്യുന്നു.
അത് കാരണം എനിക്ക് തോന്നുന്നു യേശു കർത്താവിൻ്റെ ആ ഒരു പ്രാർത്ഥനാശീലമായിരിക്കണം തൻ്റെ ശിഷ്യന്മാരിൽ. സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു സഹോദരങ്ങളുടെ ഭവനങ്ങളിൽ പ്രതിധ്വനിച്ചപ്പോൾ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം തന്നെ അവരുടെയൊക്കെ ഭവനങ്ങളിൽ ഇന്നു മുതൽ പ്രെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മാറ്റം അവർക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ എബി പറഞ്ഞേ? കർത്താവിനൊരു പ്രാർത്ഥനാശീലം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർക്കും ഒരു പ്രാർത്ഥന പഠിക്കാനൊരു തോന്നി. ഒരുപക്ഷെ യേശു കർത്താവിന് അങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. പണ്ടങ്ങണ്ട പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഈ പ്രാർത്ഥന കർത്താവിൽ നിന്ന് പ്രാപിച്ച് അല്ലെങ്കിൽ കേട്ട് എന്നുമ്പോൾ ശിഷ്യന്മാർക്കും അവരിലേക്കും പകരുന്നു. അങ്ങനെ ഒരു വാസന ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന എന്നുള്ള സന്ദേശത്തെക്കുറിച്ച് കേട്ട് ആ പൂമ്പൊടിയുടെ വാസന നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായും വരും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കും പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം നൽകണമേ എന്ന് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ മഹാസാന്നിധ്യം പകരട്ടെ, അവിടുത്തെ വലിയ കൃപ അങ്ങ് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹം, പ്രാർത്ഥനയുടെ അഭിഷേകം എല്ലാവരുടെ മേലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം, മനസ്സു തകർന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഭവം, ഏകാന്തത അനുഭവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഭവം ഇപ്പോൾ ദൈവം നൽകണമേ. അവരുടെ നിരാശകൾ, അവരുടെ പ്രയാസങ്ങളെല്ലാം ദൈവമേ അങ്ങ് മാറ്റി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർലോകത്തിനും ഭൂലോകത്തിനും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ തന്നെ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.